ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഫിഫ്ത്ത് സെമസ്റ്ററിലെ ഇൻകം ടാക്സ്, ലോ ആൻഡ് അക്കൗണ്ട്സ്, BCom അതുപോലെ തന്നെ BBAയുടെയും ഇതിൽ ഓരോ ചാപ്റ്ററിലും 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസിനെ കൃത്യമായി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 മാർക്സ് എപ്പോഴും BComന് തിയറി ക്വസ്റ്റ്യൻസ് മാത്രമേ വരാറുള്ളൂ. BBAക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇതിൻ്റെ PDF ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ലിനക്സ് വ്യത്യസ്ത രീതിയിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിയാഫ് സാറിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. FM അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബിസിനസ് റിസർച്ച് മെത്തേഡ്, ഈ ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇന്നിപ്പം ബിസിനസ് റിസർച്ച് മെത്തേഡിൻ്റെ എക്സാം നടക്കാൻ പോവുകയാണ് ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന ഈ ദിവസം. അതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ലിനക്സിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബെനിഫിറ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. നമ്മുടെ PDF അത്യാവശ്യം ആളുകൾ, വലിയ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ 1 ചോദിച്ചത് ഡിഫൈൻ പ്രീവിയസ് ഇയറിനെ ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻകം ഏൺ ചെയ്യുന്ന ആ ഒരു വർഷത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ എന്ന് പറയാം. എന്നാൽ ഇൻകം ടാക്സ് റൂള് പ്രകാരം അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ദ ഇൻകം ഏൺഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് ടാക്സ്ഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയറിനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ദ പ്രീവിയസ് ഇയർ ഈസ് ദ ഫിനാൻഷ്യൽ ഇയർ 1st April to 31st March ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ് ഓർ അക്രൂഡ്. ഇൻകം ഏൺ ചെയ്ത വർഷത്തിനാണ് നമുക്ക് പ്രീവിയസ് ഇയർ എന്ന് പറയാം. എന്നാൽ അതേസമയം ആക്ട് ഇതിനെ ഡിഫൈൻ ചെയ്തത് എന്താണ്, അസസ്മെൻറ്റ് ഇയറിൻ്റെ മുൻപുള്ള വർഷത്തിനാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുക എന്നുള്ള ആ ഒരു ഡെഫിനിഷനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഡെഫിനിഷൻസ് എന്ത് ചെയ്യുക, കൊടുക്കാവുന്നതാണ്. എന്തായാലും ഇൻകം ഏൺ ചെയ്ത വർഷമാണ് പ്രീവിയസ് ഇയർ. അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഇയറിൻ്റെ മുൻപുള്ള വർഷത്തിനെയും പ്രീവിയസ് ഇയർ എന്ന് തന്നെയാണ് പറയുക. പിന്നെ ഇത് നമ്മുടെ സിലബസിൽ ചോദിച്ചിട്ടുള്ള, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ദ ബേസിസ് ഫോർ ഡിറ്റർമിനിങ് ദ സ്കോപ്പ് ഓഫ് എൻ അസസീസ് ടാക്സബിൾ ഇൻകം ഇൻ ഇന്ത്യ. ഒരു അസസിയുടെ ടാക്സബിൾ ഇൻകത്തിൻ്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ടെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. അതായത് നമുക്ക് ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആണോ, ഗ്ലോബൽ ഇൻകം ലോകത്ത് എവിടെ നിന്നും കിട്ടിയ ടാക്സബിൾ ആണോ എന്ന് ചോദിക്കണമെങ്കിൽ അയാൾ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആവണം. ഈ ഇന്ത്യൻ ഇൻകം ടാക്സബിൾ ആണോ, അതെല്ലാവർക്കും ടാക്സബിൾ ആണ്. ഇനി ബിസിനസ് ഓഫ് പ്രൊഫഷനാണ്, അതിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു ബിസിനസ്, പക്ഷേ ബിസിനസ്സൊക്കെ ഔട്ട്സൈഡാണ്, അങ്ങനെയാണെങ്കിൽ അത് റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ടാക്സബിൾ ആവുള്ളൂ. ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻ, പിന്നെ സ്കോപ്പ് ഓഫ് ഇൻകം മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണെന്ത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് എ പേഴ്സൺ സ്റ്റേസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആൻഡ് പ്രിസീഡിങ് ഇയേഴ്സ്. പ്രീവിയസ് ഇയറിലും അതിന് മുൻപുള്ള വർഷങ്ങളിലും ഒരാൾ ഇന്ത്യയിൽ നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, താമസിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ദ ടാക്സ് ലയബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ വെദർ ദേ ആർ ക്ലാസിഫൈഡ് ആസ് ROR ആണോ, അതല്ല RNOR ആണോ, നോൺ റെസിഡൻ്റ് ആണോ എന്നതിൻ്റെയൊക്കെ ബേസിലാണ്. വിശദീകരണം കൂടുമ്പം ലെങ്ത്ത് കൂടും, എനിക്കറിയാം. വിശദീകരണം ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു പോകുമ്പോൾ അറിയാതെ വിശദീകരണം കൂടുന്നുണ്ട്, അതും എക്സാമിൻ്റെ തലേന്നാണ്. ഒന്ന് പറഞ്ഞാൽ മതി, ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ലഘൂകരിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ഇനി ഹു ഈസ് എൻ ഓർഡിനറി റെസിഡൻറ്റ് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു, വാട്ട് ആർ ദ അഡീഷണൽ കണ്ടീഷൻ ടു ബി ഡിറ്റർമിൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഇത് ചെയ്യാനുള്ള അഡീഷണൽ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം.
ഒരാൾ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ബേസിക് കണ്ടീഷൻസിന് പുറമെ അഡീഷണൽ ആയിട്ട് 2 കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതെന്താണ്? ഹാസ് ബീൻ എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ 2 ഔട്ട് ഓഫ് 10 ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് പ്രീവിയസ് ഇയറിന് മുൻപുള്ള 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയറിൽ 2 വർഷമെങ്കിലും അയാൾ റെസിഡൻ്റ് ആവുക എന്നുള്ളതാണ്. മറ്റൊന്നെന്താണ്? നമ്മുടെ ടോട്ടൽ 730 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടാവുക. എപ്പോൾ? പ്രിസീഡിങ് പ്രീവിയസ് ഇയേഴ്സ് എടുക്കുമ്പം ഈ 7 പ്രിസീഡിങ് പ്രീവിയസ് ഇയറിലെ മുഴുവൻ ഡാറ്റ നോക്കുമ്പോൾ, നമ്പർ ഓഫ് ഡേയ്സ് നോക്കുമ്പോൾ. ഇനി അഗ്രികൾച്ചറൽ ഇൻകം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ബേസിക്കിൻ്റെ ഇതിലും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ ആൾദോ ഇറ്റ് ഈസ് ജനറലി എക്സംപ്റ്റ് ഫ്രം ഇൻകം ടാക്സിൻ്റെ എക്സംപ്റ്റഡ് ആണെങ്കിലും ഇതിൽ പാർഷ്യൽ ഇൻറ്റഗ്രേഷൻ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നോൺ കോർപ്പറേറ്റ് അസസികൾക്ക് ടാക്സ് വരുന്നുണ്ട്. എന്തായാലും റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് ഇതിനാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് നമ്മൾ പറയുന്നത്. ഇനി അസസി, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അസസി ആൻഡ് ഡീംഡ് അസസി, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അസസി എന്ന് പറഞ്ഞാൽ അയാൾ ഏൺ ചെയ്യുന്നത് ആരാണോ അയാൾ തന്നെ ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അസസി. ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അതിനാണ്. മറ്റൊരാളുടെ ടാക്സ് നമ്മൾ ലീഗലി കൊടുക്കാൻ ബാധ്യസ്ഥനാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? നമ്മളാണ് എന്ത് ചെയ്യുക? ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഇപ്പോൾ ലീഗൽ ഗാർഡിയൻ ഓഫ് മൈനറിൻ്റെ ലീഗൽ ഗാർഡിയൻ, മൈനറാണ് ഇൻകം ഏൺ ചെയ്യുന്നത്, പക്ഷേ ലീഗൽ ഗാർഡിയനാണ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. ഇനി നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഏജൻറ്റ്, ഇതൊക്കെയാണ് ഡീംഡ് അസസി. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? 5 ഹെഡിലുള്ള ഇൻകം ടോട്ടൽ ചെയ്തിട്ട് അതിന് ചാപ്റ്റർ 6A ഡിഡക്ഷൻ കുറക്കുന്നതിന് മുമ്പുള്ള ഇൻകത്തിനാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇതെന്താ? ചാപ്റ്റർ 6Aയിലുള്ള ഡിഡക്ഷന് മുമ്പ് എന്ന് പറയാൻ കാരണം 5 ഹെഡിലുള്ള ഇൻകം ആഡ് ചെയ്ത് എന്നിട്ട് ക്ലബിംഗ് പ്രൊവിഷൻസ് ഉണ്ട്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി വേർഡ് പ്രൊവിഷൻസ് ഉണ്ട്, ഇതെല്ലാം അപ്ലൈ ചെയ്തു. എന്നാൽ എന്തില്ല? ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് കുറച്ചിട്ടില്ല. ക്ലബിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാളുടെ ഇൻകം നമ്മളേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്നാൽ ATC ATU ഡിഡക്ഷൻസ് കുറക്കാത്തതാണ്. ഇനി ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാലോ നമ്മൾ നേരത്തെ കണ്ട ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ATC ATU ഡിഡക്ഷൻസ് കുറച്ചാൽ കിട്ടുന്നതാണ്. അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഫെയിൽ ടു പെർഫോം എ മാൻഡേറ്ററി ഡ്യൂട്ടി ഓർ ഡിസ്ചാർജ് ആൻ ഒബ്ലിഗേഷൻ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് എന്ത് ചെയ്യുന്നത്? എന്തെങ്കിലും ഡ്യൂട്ടിയൊക്കെ ചെയ്യാനുള്ളത് ചെയ്യാത്ത ആളാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഇനി TDSഉം TCS ഒക്കെ കളക്ട് ചെയ്യാത്തത് ഇങ്ങനത്തെ ആളുകളാണ്. ഇനി ആനുവൽ അക്രീഷൻ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സൂപ്പറാനുവേഷൻ ഫണ്ട് PF ഒക്കെ ഉണ്ടാവില്ലേ, ഈ ഫണ്ടിലേക്ക് ഓരോ വർഷവും ഇങ്ങനെ ഇൻട്രസ്റ്റ് പോലത്തെ ഇൻകം ഇങ്ങനെ അഡീഷൻ ഇങ്ങനെ കയറി വരൂലേ, അങ്ങനെ ഓരോ വർഷവും ആനുവലി വരുന്ന അഡീഷനാണ് ആനുവൽ അക്രീഷൻ എന്ന് പറയുന്നത്. The word accrete means accumulate or grow. ഇതിപ്പം ഈ 1 ലക്ഷം രൂപ ഉണ്ട് നമ്മുടെ കയ്യിൽ, അതിലേക്ക് ഈ വർഷം ഒരു 10,000 രൂപ ഇൻട്രസ്റ്റ് വന്നു, അപ്പം എന്തായി മാറി? 1,10,000 മാറി. ഇങ്ങനെ വർഷം കയറി വരുന്ന ഇതിനാണ് ആനുവൽ അക്രീഷൻ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഇനി കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ ചാൻസസിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ നോൺ റിക്കറിങ് ഇൻകം. അൺപ്രഡിക്റ്റബിൾ നേച്ചറാണ്, അതായത് റിപ്പീറ്റ് ചെയ്ത് വരാത്തതാണ്. ഇത് സാലറി ഇങ്ങനെ റെഗുലറായിട്ട് കിട്ടുന്നതല്ല. ഉദാഹരണം വിന്നിങ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് വേഴ്സ്ഡ്, ഹോഴ്സ് റേസ്, അതുപോലെ തന്നെ കാർഡ് ഗെയിം, ബെറ്റിങ്, ഗാംബ്ലിംഗ് ഒക്കെ അതിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ 1 തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാപ്റ്റർ 2 വേറെ ചാപ്റ്റർ അല്ല, മൊഡ്യൂളാണ്. ചാപ്റ്റർ വേറെ തന്നെ അല്ലേ. അപ്പോൾ ഇതാണ് 2 മാർക്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ. പുതിയ വീഡിയോസ് വേണമെങ്കിൽ അതും പറയാം. എഫക്റ്റീവ് ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ.